തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് കൊള്ളാം, കുഴപ്പമില്ല, നല്ല രീതിക്ക് പോണ്. പിന്നെ എന്തൊരു പറയാ, ആർക്കാണ് സാധ്യത തിരുവനന്തപുരത്ത്? ഭരണം പഴയതുപോലെ അല്ല, നല്ല മാറ്റമുണ്ട് അതിൽ. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കണമെന്ന് വെച്ചാൽ UDF തന്നെ വിജയിക്കണം തന്നെ. UDFിൻ്റെ കാര്യം തന്നെ എല്ലാവരും പറയണത്. ശബരിമല ശബരിമല മാല ഇട്ടിക്കണ്, ഇനി അതിൻ്റെ അവസ്ഥ എന്തിനാണെന്നറിയാം. ഇനി അങ്ങ് പോകുമ്പോൾ തന്നെ ഇനി അറിയാം, തിരക്കും കാര്യങ്ങളും എല്ലാം പറയണത്. തിരക്കിൻ്റെയും ഇതിൻ്റെയും കാര്യങ്ങൾ തന്നെ പറയണം. സ്വർണ്ണ അത് എന്തൊരു പറയാട്ടാ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ മത്സരം ശക്തമാണോ ടൈറ്റാണോ? ശക്തമല്ലേ, എല്ലാ മൂന്ന് പാർട്ടി ശക്തമായിട്ടിരിക്കുകയാണ്. എങ്കിലും ആരായിരിക്കും ഭരണത്തിലെത്തുക? വീണ്ടും ഇടതുപക്ഷം തന്നെ വരുമെന്നാണ് പറയുന്നത്, ആണ് നല്ലത്. BJP ശക്തമല്ലേ? BJP ശക്തമാണ്. എങ്ങനെയുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? ശക്തമായ മത്സരമാണ്. BJP വരുമെന്ന് BJPക്കാർ പറയുന്നു, ഇടതുപക്ഷം വരുമെന്ന് അവർ പറയുന്നു. ഇനി ആര് വരുമെന്ന് ഇലക്ഷൻ കഴിയുമ്പോഴേ അറിയാവുള്ളൂ. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരം അതിശക്തമാണ് എന്നാണ് പറയുന്നത്. ഒരു ഏകപക്ഷീയമല്ല, അല്ലെങ്കിൽ ആർക്കും എത്രയും ആര് ഭരിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ഭരിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ഇത് ത്രികോണ മത്സരമായതുകൊണ്ട് ആർക്ക് ഭൂരിപക്ഷം കിട്ടില്ല. ഈ കോൺഗ്രസ് ഇത്തവണ ഈ 10 നിന്ന് ഒരു 20 വരെ ഇതിനകത്തെത്താനേ സാധ്യതയുള്ളൂ. LDFിനും ആർക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അങ്ങനെയാണ് ശക്തമായ മത്സരം. കോൺഗ്രസ് 10 നിന്ന് ഒരു 10, 15, 5, 6 സീറ്റ് മെച്ചപ്പെടുത്തും. അത് LDFിൻ്റെ സീറ്റായിരിക്കും നഷ്ടപ്പെടുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. BJP നേട്ടമുണ്ടാക്കാൻ സാധ്യതയില്ലേ? നേട്ടം ഉണ്ടാകും, കൂടി പോയ ഒരു 5-6 സീറ്റും കൂടി 35-40 സീറ്റിനകത്ത് വരെ പോകാൻ സാധ്യതയുണ്ട്. ഇത്തവണ ഒരു 5-6 സീറ്റും കൂടി കൂടുതൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഭൂരിപക്ഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതില്ല, ഭൂരിപക്ഷം സാധ്യത കുറവാണ്. കേവല ഭൂരിപക്ഷം ആർക്കും ഇല്ലെങ്കിൽ ഭരിക്കാനും കഴിയില്ല. ഇപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണ ഇങ്ങനെ ആയിരുന്നല്ലോ, LDF ആണല്ലോ ഭരിച്ചത്. അതുപോലെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കുറവാണ്. എങ്കിലും കൂടുതൽ ഒറ്റകക്ഷിയാവാൻ സാധ്യത LDF ആയിരിക്കും. എങ്കിലും BJP തൊട്ടടുത്ത് കാണും. കോൺഗ്രസ് അല്പം മെച്ചപ്പെടുത്തും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും മാറ്റം കാണാൻ സാധ്യതയില്ല. ഈ ശബരിനാഥന്റെ വരവ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവും, ഒരു മാറ്റവും ഉണ്ടാവും. ശബരിനാഥന് അവിടത്തെ ചിലപ്പം ജയിച്ചാലായി, അല്ലാതെ വേറെ ഒരു മാറ്റം ഉണ്ടാകും. ഇത് അങ്ങനെയുള്ള ഇലക്ഷൻ ഉണ്ടാവും. ശബരിനാഥ അങ്ങനെയുള്ള ആര് വിചാരിച്ചാലും കൂടുതൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാറ്റത്തിനും സാധ്യതയില്ല. BJP ഇത്തവണ ഭരണം പിടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതവർ പറയണല്ലേ, അതൊന്നും നടക്കില്ല, നടക്കണ കാര്യമില്ല. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ആലോചിച്ചേ ചെയ്യുള്ളൂ വോട്ട്.